നമസ്കാരം. പ്രേതാനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള 2-3 വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. നിങ്ങളതെങ്ങനെ, എൻ്റെ പ്രിയപ്പെട്ടവരതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും അതിൻ്റെ വിശകലനങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാൻ കഴിയുന്നില്ല. എന്ത് വേണമെങ്കിലും എഴുതാം, എന്നെ ബന്ധപ്പെടാം. മറ്റൊന്ന്, ഈ പ്രേതാനുഭവങ്ങളിലുള്ള നമുക്ക് ചിലപ്പോൾ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നും കന്യാകുമാരിയിൽ ആനന്ദഭദ്രത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങൾ എഴുതാനായിട്ട് അത് മനോരമ അവാർഡ് കിട്ടിയതിന് ശേഷം ചില മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടെ എഴുതാനായിട്ട് ഞാൻ കന്യാകുമാരിയിൽ പോയി താമസിച്ചു. അന്നത്തെ കന്യാകുമാരിയാണ് 2002-2003 കാലഘട്ടത്തിലെ കന്യാകുമാരി. 10-23 വർഷങ്ങൾക്ക് മുമ്പാണ്. രാത്രി ഞാൻ എഴുതി കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങും, വെറുതെ നടക്കും, കടൽത്തീരത്ത് പോയിരിക്കും. ചൂട് കാറ്റാണ്. അനന്തഭദ്രം സിനിമയിലെ ദിഗംബരൻ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മലയാള മനോരമയിലെ നോവൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അപ്പോൾ നോവൽ ഭയങ്കര ഹിറ്റായപ്പോൾ മരിച്ചുപോയ ഇതിൻ്റെ എഡിറ്റർ ഫ്രാൻസിസ് സാർ തന്നെ പറഞ്ഞു, കുറച്ചുകൂടെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ. ഞാൻ സാറെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാനൊരു ശ്രമം നടത്താം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചില സീക്വൻസ് കൂടെ ഞാനൊന്ന് മാറ്റി എഴുതുന്ന കാലഘട്ടമായി. ഒരു സന്ധ്യയ്ക്ക് പിറ്റേ ദിവസം തീരും, മുഴുവൻ എഴുതി തീരും. അന്ന് മൊബൈൽ ഉണ്ടല്ലോ നമുക്ക്. ഞാനിത് തീർക്കാൻ പോകുന്ന സമയത്ത്, എഴുതി തീരാൻ പോകുന്ന സമയത്ത് എഴുതി തീരും. പിറ്റേ ദിവസം രാവിലെ കൊണ്ട് തീരും. രാവിലെ തിരിച്ചു പുറപ്പെടാം, വാഹനമുള്ള സ്ഥലം. ഒരു ഹുണ്ടായുടെ ഒരു വണ്ടിയാണ്, നമ്പർ 9. ആ വണ്ടി 7-8 എഴുതി ഇറങ്ങിയിട്ടുള്ളൂ ആകെ. ആ വണ്ടിയുമായിട്ടാണ് ഞാൻ പോയത്. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഞാൻ ആ വണ്ടി ഒരു വിചിത്രമായ വണ്ടിയായിരുന്നു അത്. ഞാൻ ജീവിതം മാറി വന്നപ്പോൾ ആ വണ്ടി അവിടെ ഉപേക്ഷിച്ചു. എന്നാൽ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ പേരിലല്ലാത്തത് കൊണ്ട് എനിക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ആ വണ്ടി എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഒരുപാട് ചിത്രങ്ങൾ തരുന്ന ഒരു വണ്ടിയാണ്. കാരണം അനന്തഭദ്രം സിനിമയിലുടനീളം ആ വണ്ടി പിന്നെ ഉപയോഗിക്കേണ്ടി വന്നു എനിക്ക്. ഞാൻ അതിനകത്ത് വെച്ചാൽ മാടൻകൊല്ലി എന്ന നോവല് ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ബാക്കിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കും. കോട്ടയത്ത് പോകുമ്പോൾ അധ്യായം കൊടുക്കുകയൊക്കെ ചെയ്ത വണ്ടി. ഞാൻ ഈ വണ്ടിയായിട്ട് വരുന്ന സമയത്ത് തോവാള കഴിഞ്ഞപ്പോൾ പൂക്കൾ കിട്ടുന്നൊരു സ്ഥലമാണ്, ഒരുപാട് പൂക്കൾ. അപ്പോൾ റോഡ് പക്കത്ത് നിന്നിങ്ങനെ പൂ വേണോ എന്ന് ചോദിക്കും. ഞാനപ്പോൾ കുറച്ച് പൂ മേടിക്കാൻ നോക്കുമ്പോൾ റോഡ് സൈഡിൽ ഒരാൾ കൈ കാണിച്ചു. ഞാൻ ഗ്ലാസ് നിർത്തി. അധികം സമയമായിട്ടില്ല, അപ്പോൾ രാത്രിയൊന്നുമല്ല, ഒരു 6-7 മണിയായിട്ടുള്ളൂ. പക്ഷേ ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ പൂ തന്നെ കെട്ടിയ ഒരു സ്ത്രീ, ഇത് വയസ്സായ സ്ത്രീയാണ്. അപ്പോൾ പറഞ്ഞു, ഇത്രയും പൂ കൂടെ വിറ്റാൽ എനിക്ക് പോവാം, എനിക്കിത് മുഴുവൻ എടുത്തോ അയ്യ എന്ന് പറഞ്ഞു. ഞാൻ ആ പൂ മുഴുവൻ മേടിച്ച് ആ സീറ്റിലോട്ട് ഇങ്ങനെ ഇട്ടു. പൂ ആ വണ്ടി മുഴുവൻ മണമാണ്. ഞാൻ വണ്ടിയെടുത്ത് നാഗർകോവിലിൽ എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് എൻ്റെ ബാക്കിൽ നിന്ന്, ആ സീറ്റിൻ്റെ അവിടെ നിന്ന് ഒരു തേങ്ങൽ ഇങ്ങനെ കേട്ടു. ആരും ഇങ്ങനെ ഭയങ്കരമായിട്ട് തേങ്ങുന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി സീറ്റിലൊക്കെ നോക്കി. ആ പൂ മാത്രം അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. എൻ്റെ മനസ്സിന് അസ്വസ്ഥത തോന്നി. ഒന്ന്, അനന്തഭദ്രം പോലൊരു നോവൽ എഴുതിയിട്ട് വന്നത്. 2, പ്രേതബാധകളെക്കുറിച്ച് ചില വിശ്വാസങ്ങൾ, അന്ധത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. ചില വിശ്വാസങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള എൻ്റെ കാര്യം. ഈ പൂ എന്നെ, ഈ ഭയങ്കര കുടമുല്ല പൂവാണ്, കെട്ടിയ പൂവാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു സുഗന്ധം. ഈ സ്ത്രീയുടെ മുഖവും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വന്നു. എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒക്കെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും വിട്ടു. പക്ഷേ ഇതെൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. കുറേ കാലത്തിന് ശേഷം ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ മുടി ഇങ്ങനെ ചേർത്ത് കെട്ടിയിട്ട് അതിൽ മുല്ലപ്പൂ ചൂടിയതാണ്. പഴകിയ പട്ട് സാരി ചുറ്റിയതാണ്. നല്ലവണ്ണം മുറുക്കിയിട്ടുള്ള സ്ത്രീയാണ്. മുഖം ഇങ്ങനെ നീണ്ട മുഖമുള്ളതാണ്. ചെറിയ കണ്ണുകളുമാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോയി അവിടെ അവരോട് ഇങ്ങനെ ചോദിച്ചു. ഞാനിങ്ങനെ
ഒരു സ്ത്രീ എനിക്ക്, അപ്പോൾ അവർ പറഞ്ഞാൽ അയ്യോ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ പൂ വിൽക്കുവാണുണ്ടല്ലോ, ഒരുപാട് പേര് മേടിക്കും അത്. അപ്പോൾ അവരെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്നത് ആരാന്നൊക്കെ. പക്ഷേ അവരെ പേരോ ഞാൻ പറയുന്ന രൂപത്തിലുള്ള പേരോ സാധന ഈ പിന്നെ വിവരങ്ങളോ എന്നും ആർക്കും ധരിക്കാൻ പറ്റിയില്ല. അപ്പോൾ 2-3 സ്ത്രീകളെ കാര്യം പറഞ്ഞു. അതിൽ ഒരു സ്ത്രീയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ സ്ത്രീ എന്ന് ചോദിച്ചപ്പോൾ അവർ കുറച്ച് നേരം നിന്നിട്ട് ചോദിച്ചു, അയ്യാ അത് മറ്റാൾ തമിഴിൽ പറയുന്നത് കേട്ടു, അത് അവർ തന്നെ എന്ന് ചോദിച്ചു. എന്നിട്ട് അവർ രണ്ടും കൂടെ മാറി നിന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മറ്റേ സ്ത്രീ ഈ ഇദ്ദേഹത്തിന് ചോദിച്ചു എവിടെയാണ് നിന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന ഭാഗത്താണ് എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി. അവർ ചോദിച്ചു അയ്യ അവർ തന്നെ എന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇത് എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് ഫില്ല് ചെയ്യുന്നതാണ്. പൂ വിറ്റുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ ദുർമരണപ്പെട്ട വാഹനത്തിൽ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആവാം അത്. രണ്ടാമതൊരു കാര്യം, ഞാൻ ഈ കൊണ്ടുവന്ന പൂവ് ഉപയോഗിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം പോയപ്പോൾ അത് തന്നെത്താൻ വാടിക്കരിഞ്ഞ് ഒരിക്കലും വാടാൻ പറ്റാത്ത പൂവാണ്. ഒരു മഞ്ഞ കളറിലേക്കുള്ള ഉണങ്ങിയ പൂവായിട്ട് വണ്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ സുഗന്ധം മുഴുവൻ ദുർഗന്ധമായിട്ട് മാറി. ഇത് ഒരു അനുഭവമാണ്. ഇതിന് ഉത്തരങ്ങളില്ല. ഇത് അങ്ങനെ ഒരു മരിച്ച സ്ത്രീ അത്തരത്തിലൊരു പൂ എനിക്ക് തന്നതായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആ മുഖം ഇപ്പോഴും, മുടി ഇങ്ങനെ ചേർത്ത് കെട്ടി വട്ടക്കെട്ടിൽ മുല്ലപ്പൂ വെച്ച ആ അമ്മയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലോട്ട്. ഇതൊരു അനുഭവമാണ്. നമസ്കാരം.